Hi friends, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബണ്ണിന്റെ റെസിപ്പിയാണ് ട്ടോ. നമ്മൾ സാധാരണ ബൺ ഉണ്ടാക്കുന്ന പോലെയല്ല റവ ചേർത്ത് ഉണ്ടാക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണാണ്. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ ഇത് മാവ് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണാണ് ട്ടോ. നമ്മൾ റവ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് ഞാൻ ചെറിയ ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ ഫ്രഷ് മിൽക്കാണ് കേട്ടോ. ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. തണുത്ത പാൽ ഒഴിക്കരുത്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ എല്ലാം ഈ ഗ്ലാസ്സിനാണ് അളന്നെടുക്കുന്നത്. നിങ്ങൾ കപ്പാണെങ്കിൽ എല്ലാം കപ്പളവിനെടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ മണി പോലത്തെ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം പൊങ്ങാനായിട്ട് വെച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരുപാട് മധുരമുള്ള ബണ്ണല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നമ്മൾ ഇളക്കി മിക്സ് ചെയ്യുന്ന സമയത്തൊന്ന് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തരിയുള്ള റവയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി സാധാരണ റവ ഉണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ 4 ഗ്ലാസ് മൈദ ചേർക്കുന്നുണ്ട്. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ചേർക്കുക. ഗോതമ്പ് പൊടിയിലും ചെയ്യാം കേട്ടോ, പക്ഷെ ഇത്രയും ടേസ്റ്റ് കിട്ടണില്ല, മൈദൻ്റെ അത്ര ടേസ്റ്റ് കിട്ടണില്ല. അപ്പോൾ 4 ഗ്ലാസ് മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ആ ഗ്ലാസ് തന്നെ അളന്നിട്ടുള്ളത്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലിന് പകരം ബട്ടറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. വെറും 1/2 ടീസ്പൂൺ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു തവി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ബണ്ണുണ്ടാക്കുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കാറുണ്ട്. ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു തവി വെച്ചിട്ട് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടി ഒന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും സമയം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ മതി. ഒരുപാട് ഇട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി കുറച്ച് വെള്ളം കൂടിയ പോലെ തോന്നുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. റവ ഉള്ളതുകൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ അബ്സോർബ് ആയിക്കോളും. ഇരിക്കുന്ന ആ സമയം കൊണ്ട് റവ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും കേട്ടോ. ഈ തവിമത്തൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ മാവിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് 1 മണിക്കൂറെങ്കിലും അടച്ചിട്ട് മാറ്റി വെക്കണം, പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ മാത്രം മതി. അപ്പോൾ തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ചൂടുള്ള എവിടെയെങ്കിലും വെക്കുക കേട്ടോ. ഓവനൊന്ന് ചൂടാക്കിയിട്ട് അതിൽ വെക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഏതായാലും പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ സമയം കൂടി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. ഞാൻ 2 ഉള്ളി അരിഞ്ഞതാണത്. ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. ഇതിലേക്ക് ഞാൻ പാർസ്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാർസ്ലി ലീവ്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയില ചേർത്താൽ മതി. പാർസ്ലി ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. മല്ലിയില പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ഇലയാണ് കേട്ടോ. ഇതിലേക്ക് പനീറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പനീർ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ക്യൂബായിട്ടുള്ളത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. നല്ല സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുരുമുളക് ചേർക്കുക കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ പച്ചമുളകൊന്നും ചേർക്കണില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. പാർസ്ലി ലീവ്സ് ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പാർസ്ലി കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയില ചേർത്താൽ മതി. അപ്പോൾ പാർസ്ലിയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി യൂറിക് ആസിഡിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കിട്ടുന്നവരാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇനി എന്ത് ഫില്ലിങ്ങും നിങ്ങൾക്ക് റെഡിയാക്കാം. ചിക്കൻ്റെ ഒക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തേച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എത്ര വലിപ്പം വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. വലിയ ബണ്ണ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബോളുകളാക്കുക, ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഒരു വലിപ്പത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കൂല കേട്ടോ.
ഇനി നമുക്ക് ഓരോന്ന് ഇതുപോലെ പരത്തിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പനീറിൻ്റെ ആ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചുരുട്ടിയിട്ട് ബണ്ണിൻ്റെ ആ ഒരു സൈസിലാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഫില്ലിങ് വെച്ചിട്ടുള്ള ബണ്ണാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. സ്വീറ്റ് ബണ്ണിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാല വഴറ്റിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ഉള്ളിലേക്ക് അതുപോലെ റോ ആയിട്ട് തന്നെ അത് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് നമ്മളിത് ബേക്കായി വരുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും വലുപ്പത്തിലാണ് നമ്മൾ ഓരോ ബണ്ണ് ഉരുട്ടി എടുക്കുന്നത്. ഇനി നമ്മളൊരു ട്രേയിൽ ഞാനിപ്പോൾ 2 A4 ഷീറ്റ് എടുത്തിട്ട് ഒന്ന് ഓയിൽ തേച്ചിട്ട് വെച്ചെടുത്തിട്ടുള്ളതാണ്, അല്ലാണ്ട് ബട്ടർ പേപ്പറൊന്നും അല്ല കേട്ടോ. ബട്ടർ പേപ്പർ ആണെങ്കിൽ നിങ്ങളത് വിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വീട്ടിൽ തന്നെ A4 ഷീറ്റ് എടുത്തിട്ട് ഓയിലോ ബട്ടറോ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതിനൊന്നും പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. ഇനി എല്ലാം നമുക്കിതുപോലെ തന്നെ ഓരോന്നും പരത്തിയിട്ട് ഫില്ലിങ് വെച്ചിട്ട് എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ മാക്സിമം ആക്കാൻ ശ്രമിക്കുക. ഇനി വലുപ്പത്തിൽ വ്യത്യാസം എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരുപാട് വ്യത്യാസം വരരുത് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് ടൈമിലും ചിലപ്പോൾ ചിലത് ബേക്കാവും ചിലത് ബേക്കാവില്ല, അങ്ങനെ വരും. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഞാനിനി എല്ലാം ഒന്നും ഇങ്ങനെ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങ പഞ്ചസാര വെച്ചിട്ട് അങ്ങനെ ചെയ്യാം, ശർക്കരയും തേങ്ങയും വെച്ചിട്ട് അങ്ങനെ സ്വീറ്റായിട്ടൊക്കെ കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഒക്കെ എങ്ങനെയെങ്കിലും മസാല ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കുക, അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. അപ്പോൾ ഞാനിപ്പോൾ ഈ മസാല തന്നെ വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ സമയത്തിന് നമ്മൾ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ വലിപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്തുക. കുഞ്ഞു കുഞ്ഞു ബണ്ണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട്, ഒരു 12 ബണ്ണാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്, ഈ ട്രെയിൽ കൊള്ളാത്തതുകൊണ്ട് തന്നെ ബാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ച് ഒരു 5 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വെക്കാം, ജസ്റ്റ് ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിന് മുകളിലായിട്ട് ഒന്നുകിൽ നിങ്ങൾ മുട്ട അടിച്ചത് തേച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ പാലിൽ കുറച്ച് ബട്ടർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. ബണ്ണിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് തേച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ പാല് തേച്ചാൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എള്ളോ അല്ലെങ്കിൽ കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇത് കഴിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റാണ്, ബണ്ണ് കാണുന്ന സമയത്തും ഭംഗി കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ച് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വെക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഓവനിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ് മാത്രമേ നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേന് ഏകദേശം റെഡി ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ പാത്രത്തിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കുക. ആദ്യം നിങ്ങൾ പാത്രം ചൂടാക്കിയിട്ട് ബണ്ണ് വെച്ചിട്ടുള്ള ആ ഒരു ട്രേ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു 20-25 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ഇത് ചൂടോട് കൂടി പുറത്തെടുത്തതിന് ശേഷം കുറച്ച് ബട്ടർ ഒന്ന് മേളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ്, ഡ്രൈ ആയി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയാണ്, നമ്മൾ ഒരുപാട് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ഒന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റാണ്, റവ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പനീറൊക്കെ ഉള്ളിൽ ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.